ഹായ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ, കുഴപ്പമില്ല, ഇങ്ങനെ പോവുകയാണ് ജീവിതം. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാണെന്നറിയാമോ? ഒരു പച്ചടിയാണ്. നമുക്ക് പൈനാപ്പിൾ മത്തങ്ങ കൊണ്ടുള്ളൊരു പച്ചടി. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. പൈനാപ്പിൾ കുറച്ച്, മത്തങ്ങ കുറച്ച്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് വേവിക്കണം. വേവിച്ചിട്ട് അതൊന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്കിതാദ്യം കണ്ടോ വേവിക്കാം. നമുക്ക് ചട്ടിലോട്ട് ഇടാം. കാണുന്നുണ്ടോ? ഇട്ടേക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചിട്ട് കുറച്ച് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. കുറച്ച് അതിന് വേവിക്കാൻ കണക്കായിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, പെട്ടെന്ന് വേഗമേലേ. ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ഒന്ന് വേകട്ടെ. ഒരു 10 മിനിറ്റ് വേകട്ടെ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കേട്ടായിരുന്നോ, കണ്ടായിരുന്നോ? കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ബൈബിളിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ. ഓർമ്മയുള്ളതൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ വീഡിയോസ് വരുമ്പോൾ ഞാൻ നിങ്ങളോടൊത്ത് സംസാരിക്കാം. പിന്നെ അപ്പൻ്റെ കാര്യങ്ങളൊക്കെ, യേശുവായിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ. നടക്കാൻ പോകുന്നതും ഇനി നടക്കുന്നതും ഒക്കെ വരാൻ പോകുന്നതും ഒക്കെ ചെറുതായിട്ട് ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചായിരുന്നു. കുറച്ച് കാര്യം കൂടെ എനിക്ക് എൻ്റെ ഇടയ്ക്കൊക്കെ വിട്ടുപോയതൊക്കെ ഉണ്ട്. അത് ഓർമ്മ വരുന്നതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത് നമുക്കൊന്ന് ഡിഷൊക്കെ ആക്കി വെച്ചിട്ട് കുറച്ച് ടൈം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടത് വേകട്ടെ. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ വരാം. നമുക്ക് പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് കുറച്ച് അരയ്ക്കാനെടുക്കാം, കുറച്ച് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറ്റട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. കണ്ടോ, മത്തങ്ങയും പൈനാപ്പിളും കൂടെ കുറച്ച് അരച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തട്ടാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, സാരമില്ല, അത് ആയിക്കോളും, വറ്റിക്കോളും. നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. കാണുന്നുണ്ടോ? ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇടണേ. പച്ചടിയല്ലേ, അപ്പോൾ ഇച്ചിരി മധുരം പൈനാപ്പിളിൽ ഉണ്ട് ശകലം, എന്നാലും ലേശം ഒരു സ്പൂൺ ഇട്ടാൽ മതി പഞ്ചസാര. ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യമാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക, നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വയ്ക്കാം, വെള്ളമെല്ലാം വറ്റി. ഇനി അടുത്തത് തേങ്ങ അരച്ച് എടുക്കാം. എടുത്തിട്ട് വെക്കേ.
അപ്പം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ പറയാം. ഓക്കെ, നമുക്കാദ്യം കുറച്ച് തേങ്ങ ഇടാം. കുറച്ചേ ഉള്ളൂ, ആവശ്യത്തിന് ഉണ്ട്. ഒരിച്ചിരി വെച്ചായിരുന്നു തേങ്ങ. ഇനി ഇതിൽ നമുക്ക് ഒരു 3 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക്, പിന്നെ കുറച്ച് നമുക്ക് തൈരെന്ന് പറഞ്ഞാൽ ഇത്രയും ഒഴിച്ചേക്കാം, കാരണം ചെറിയൊരു ടിന്നാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. ഓക്കെ, അരച്ച് കൊണ്ടുവരട്ടെ. വന്നിട്ടുണ്ടേ, നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. തേങ്ങ, 3 പച്ചമുളക്, കുറച്ച് കടുക്, പിന്നെ കുറച്ച് പാകത്തിന് തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു, മൊത്തം വെള്ളം വറ്റി. അപ്പം പിന്നെ ചിലപ്പോൾ അടി കരിഞ്ഞു പോയാൽ എന്നാ ചെയ്യും? കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഇതങ്ങ് അതിലൊഴിച്ചേക്കാം. മസാലയെല്ലാം തേങ്ങയെല്ലാം അതിലൊഴിച്ചേക്കാം. ഒരു ലേശം വെള്ളം കൈ ഒഴിക്കാം, മിക്സി കൈ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നൊരു 2-3 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. നമ്മൾ കണ്ടായിരുന്നല്ലോ, പഞ്ചസാര 1 സ്പൂണ് വേവിക്കുന്ന സമയത്ത് ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ലാസ്റ്റ് തേങ്ങ അരച്ച് ഒഴിച്ചത്. അതിന് മുന്നേ നമ്മൾ മത്തങ്ങയും പൈനാപ്പിളും കൂടെ ഇച്ചിരി നല്ല മഷി പോലെ അരച്ച് കുറച്ച് ഒഴിച്ചായിരുന്നു. ചെറിയ കുമിളകൾ വരുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കാൻ വിടരുത്, ചെറുതായിട്ട്. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പാകമുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. മധുരവും ഉപ്പും കറക്റ്റാണ്. എന്നാലും ലേശം ഉപ്പ് വേണം. ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ, തേങ്ങ പച്ചമുളകിൻ്റെയൊക്കെ ഒരു കുത്തലുണ്ടല്ലോ, അതൊന്ന് മാറട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ കടുക് വറുത്ത് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ചൂടെങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ? ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. ചൂടാ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്.
അടിപൊളി. സദ്യയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി, ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. അറിയാമെന്നുള്ളവർക്ക് ഇങ്ങനെയാണോ എന്നും കൂടെ പറയുക, കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയണം കേട്ടോ. നിങ്ങൾ ചിലവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്, നേരിട്ട് ഫോൺ ചെയ്ത് വിശേഷമൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്യട്ടെ. ആയിട്ടുണ്ട്. നമുക്കിനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാം. എണ്ണ എടുക്കട്ടെ. മൂന്ന് വറ്റൽമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് കടുക്. ഓക്കെ, നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. വെളിച്ചെണ്ണ കൂടുതൽ നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുക. നല്ല പൈനാപ്പിൾ മത്തങ്ങ പച്ചടി നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മധുരമൊക്കെ ഇഷ്ടമാവും. ഇത് കൂട്ടി ചോറ് കൊടുത്താലേ കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടമാണല്ലോ. കടുകിട്ട് കൊടുക്കാം. മുളക് രണ്ടാക്കി മുറിക്കാം. ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഇരുന്നാൽ കാണില്ല, അതാ. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് കുറച്ച് നടുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ആ മണവും കടുക് വറുത്തതിൻ്റെ മണവും നല്ല സ്മെല്ലായിരിക്കും, അതിൽ പിടിക്കട്ടെ. എന്നിട്ട് ഇതിലൊരു സാധനം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ, ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അത് കാണിച്ചു തരാമേ. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ.
പിന്നെ ഇപ്പോൾ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് ഒരു കാര്യം ഡെക്കറേഷൻ ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? കണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, അവസാനം വരെ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേര് പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, കാണുന്നവരൊക്കെ പറയുന്നുണ്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, ജീവിതാനുഭവമൊക്കെ ചേച്ചി ഇത്രയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ മോളെ? ചില ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ വന്ന് പറയാറുണ്ട്. അയ്യോ, നമുക്ക് ഇത്രയും മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും എന്തോരം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. പറയാൻ പറ്റില്ല. അതൊക്കെ ചില സമയത്തൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ തോന്നാറുണ്ട്. പിന്നെ എൻ്റെ യേശുവ കൂടെ ഉണ്ടല്ലോ, ആ ഒരു സമാധാനമാണ് എന്നെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ പല അവസരങ്ങളിലും പല ടെൻഷനിലും ചിലപ്പം പതറി നിന്നിട്ടുണ്ട്. ഇപ്പോഴും കുറേ ടെൻഷനുണ്ട് പല കാര്യത്തിലും. അപ്പം എല്ലാം എൻ്റെ യേശുവായിനോടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ യേശുവായിൻ്റെ അടുത്ത് പങ്കുവയ്ക്കാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം അന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ആബയായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ആബയായിട്ട് എപ്പോഴും അടുത്തിരിക്കുക, എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം എനിക്ക് വല്ലാത്തൊരു സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിനെൻ്റെ ഭാരം എന്തോ മാറിയതുപോലെ തോന്നും. ഈ കാർമേഘം വന്നിങ്ങനെ മൂടി നിൽക്കുമല്ലോ, മഴ പെയ്യാനായിട്ട് ഇരുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് മൂടി നിൽക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നമുക്ക് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ നമ്മളിങ്ങനെ ഒതുക്കി വച്ചേക്കും. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. അത് ഇങ്ങനെ ഇരുണ്ടിരിക്കും, എപ്പോഴാ മഴ പൊട്ടി പെയ്യുന്നത് പോലെ. അങ്ങനെ എൻ്റെ അവയോട് അങ്ങനെ ഇടയ്ക്കൊക്കെ സംസാരിക്കും. ചിലപ്പോൾ കരയാറുണ്ട്, കടയിലിരുന്ന് കരയാറുണ്ട്, വീട്ടിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്ന് കരയാറുണ്ട്, അപ്പനോട് സംസാരിച്ചിട്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കൂടുതൽ എൻ്റെ വിഷമമൊക്കെ മാറ്റുന്നത്. അപ്പോഴും കുറച്ച് അപ്പനോട് സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് മനസ്സിനൊരു തണുപ്പ് ഫീൽ ചെയ്യും. അതെൻ്റെ ആവയാണ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കുന്നതും എൻ്റെ വിഷമങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതും ഒക്കെ. മനസ്സിലായോ? എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ആവേനെ, അത്രയ്ക്ക്. ഞാൻ ഇന്ന് ലോകത്തിൽ മനുഷ്യനെ വിശ്വസിക്കുന്നേക്കാളും എൻ്റെ യേശുവായിനെ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന കൂടുതൽ. അങ്ങനെ ചൂടങ്ങ് വേർത്തിട്ടങ്ങ് ഒഴുകുക. ഇവിടെയൊക്കെ മുഖത്തൊക്കെ വേർപ്പാണ്. അയ്യോ, തുടച്ചിട്ട് മേല. ഇപ്പം ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഈസ്റ്റർ എന്ന് പറയുന്ന ഇത് കഴിഞ്ഞു. പക്ഷേ ഇസ്രായേലിൽ ഇപ്പം ഞാനത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇന്നിപ്പം 7 ദിവസം അവിടെ ആഘോഷിക്കുന്നുണ്ട്, ആചരണമുണ്ട് അവിടെ യഹൂദ മക്കൾ. അതാണ് ഒറിജിനൽ, അവർക്കേ അറിയാവുള്ളൂ യേശുവായിൻ്റെ. അപ്പം ഇത് ഫോണ് കട്ടായിപ്പോയി കേട്ടോ, ഇടയ്ക്ക് വെച്ചൊന്ന്. അപ്പം എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന് മറന്നുപോയി, ഫോണ് കട്ടായപ്പോഴത്തേക്ക്. അപ്പം ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇസ്രായേൽ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇസ്രായേൽ യഹൂദന്മാരാണെങ്കിൽ അവർ ചെയ്യുന്നതാണ് ഒറിജിനൽ ഇത്, നാച്ചുറലായിട്ടുള്ള ഇത്. ഈ ക്രിസ്ത്യാനി മറ്റുള്ള വിഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് തലമുറ അവരെ പഠിപ്പിച്ച് വച്ചേക്കുന്നത് ഒരിക്കലും ഇനി അവരെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതെനിക്ക് മനസ്സിലായി. ഒത്തിരിയും പേരെടുത്ത് ഞാനത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ മനസ്സിൽ അവർക്ക് അഡിക്റ്റായിപ്പോയി. അത് അവരിനി ഇതിലോട്ടിങ്ങനെ അതായി സത്യം പറഞ്ഞു കൊടുത്താലും അവരത് വിശ്വസിക്കുന്നില്ല. അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞാണ് അവർ ഇന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി പേരെടുത്ത് ഇപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, ഞാൻ പള്ളിയിലൊന്നും പോവില്ല കേട്ടോ. ഞാനോ മക്കളോ ഒന്നിനും പോവില്ല, ഒരു കാര്യത്തിനും പള്ളിയായിട്ട് യാതൊരു ഇതുമില്ല. അതായത് ഞാൻ ഓരോന്ന് ചിട്ടയായിട്ട് മാറ്റി തുടങ്ങിയത് ബൈബിൾ വായിച്ച് തുടങ്ങിയപ്പോഴാണ്. അതിനു മുന്നേയൊക്കെ മക്കളെ പള്ളിയിൽ വിടും, സൺഡേ ക്ലാസ്സിനൊക്കെ വിടും. ഞാൻ വൈകിട്ടാകുമ്പോൾ മക്കൾ കുഞ്ഞായിരുന്നു, അപ്പോൾ ഷോപ്പിലിരുത്തിയിട്ട് ഞാൻ വൈകിട്ട് ഓട്ടോ പിടിച്ച്
ഞാൻ പോകും. തന്നെ ഒരാൾ പോയി നടന്ന് ചെയറിൽ കൊണ്ടിരുത്തിയിട്ട് അവർ പോകും. അപ്പോൾ മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ ബൈബിൾ വായിക്കുന്നെങ്കിലും ഇങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കൂടുതൽ ടൈം ഞാൻ ഷോപ്പിലിരുന്നാണ് ബൈബിൾ വായിക്കുന്നതും പിന്നെ വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളതും. അപ്പം എനിക്കതിനൊക്കെ ഒത്തിരി ടൈം കിട്ടുന്നുണ്ട്. എൻ്റെ ആവ എനിക്ക് ആ ടൈമൊക്കെ ഒരുക്കി തരുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് എൻ്റെ ആവയെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. എന്താണെന്ന് ബൈബിൾ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി, അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അതിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളൊന്നും ഒത്തിരിയും പേർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ആൾക്കാരെല്ലാം. അത് അച്ഛന്മാർ പറഞ്ഞു കൊടുക്കാറില്ല, പാസ്റ്റർമാരും പറഞ്ഞു കൊടുക്കാറില്ല. അവർക്കറിയാമെങ്കിൽ അവരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. മർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത ആൾക്കാർ പിന്നെ സത്യത്തിലോട്ട് തിരിയില്ലേ. ഈ പറഞ്ഞ പോലെ ശബത്ത് ആചരിച്ച് തുടങ്ങും. മനസ്സിലായല്ലോ. അപ്പം പള്ളികളിലും സഭകളിലും വരുമാനം കുറയും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദുഃഖവെള്ളിയായി അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങിയപ്പോൾ ചിട്ടയായിട്ട് ഞാൻ ഓരോന്നും ബൈബിൾ വായിക്കുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതശൈലി മാറ്റിക്കൊണ്ടുവരുമായിരുന്നു. കാരണം എൻ്റെ ആബ പറയുന്നതാണ് ഞാൻ അനുസരിക്കേണ്ടത്, അല്ലാതെ മനുഷ്യർ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നതല്ല ഞാൻ അനുസരിക്കേണ്ടത്. അത് എൻ്റെ തലമുറ അങ്ങനെ ചെയ്തു. പിന്നെ പള്ളിയിൽ അവരങ്ങനെ എന്നെ പഠിപ്പിച്ചു. പക്ഷേ എനിക്കത് സത്യം തിരിച്ച് എൻ്റെ കണ്ണിൽ യേശു അത് ബൈബിളിൽ കൂടെ കാണിച്ചു തന്നപ്പോൾ അതിൽ ഞാൻ മാറിയില്ലെങ്കിൽ പിന്നെ എന്താണ്? എൻ്റെ യേശു പറയുന്നതിലേ ഞാൻ അനുസരിക്കേണ്ടത്, പാലിക്കേണ്ടത്. അപ്പം ഞാൻ പിന്നെ ബൈബിൾ വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ വിഗ്രഹത്തിൻ്റെ ഇതൊക്കെ വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഓരോന്നായിട്ട് ഞാൻ ഘട്ടം ഘട്ടമായി മാറ്റാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ മക്കൾ സൺഡേ ക്ലാസ്സിൽ പള്ളിയിലൊക്കെ പോകുന്നത് ഞാനിത് പള്ളി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല മക്കളെ. പക്ഷേ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി മക്കൾ പ്രാർത്ഥിക്കരുത്. കണ്ണടച്ച് പിന്നെ ഇസ്രായേൽ മക്കൾ അങ്ങനെയാണ്, കണ്ണടച്ച് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ യേശുവ ജീവിക്കുന്നത്, കുടികൊള്ളുന്നത്. അപ്പം വിഗ്രഹത്തിലൊന്നുമല്ല യേശുവ ഇരിക്കുന്നത്. മനസ്സിലായോ? അതൊരു മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതിലിരിക്കേണ്ട ഒരാവശ്യം എൻ്റെ ആബയ്ക്കില്ല, യേശുവായിക്കില്ല. അപ്പം വിഗ്രഹാരാധന യേശു കൂടുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, വെറുക്കുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ആ ബൈബിളിൽ വായിക്കുന്ന വിഗ്രഹം ആരാധിക്കരുത്, അത് അവനെ പോലെ തന്നെയാണ്, അതിൻ്റെ എല്ലാ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളതെടുത്ത് വായിക്കുക. അപ്പം ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ അയ്യോ ഇങ്ങനെയാണോ, ഞാൻ എന്ത് ചെയ്ത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വീട്ടിൽ ചെന്ന് കേട്ടോ, ഷോപ്പ് അടച്ചിട്ട് ഈ വിഗ്രഹത്തിനെക്കുറിച്ച് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണോ, അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നെനിക്ക് ഉള്ളിലൊരു ഇത് തോന്നി. അപ്പോൾ എൻ്റെ ആബ പറയുന്നതിലേ ഞാൻ അനുസരിക്കേണ്ടത്, ആബയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യരുത് എന്നെനിക്കൊരു ഉള്ളിയിരുന്ന് എൻ്റെ ആബ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പോയ ഉടനെ തന്നെ ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീട്ടിലെ കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെ വീട്ടിലിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ കുറേ ഫോട്ടോസ്, ദൈവമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ അവിടെ നിന്നൊരു വലിയ മാതാവിൻ്റെ ഒരു പ്രതിമ കൊണ്ടുവന്നു, വലുത്, അത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെന്ന ഉടനെ തന്നെ ഒരു ചുറ്റിയിലെടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തം അടിച്ച് പൊട്ടിച്ച്, മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം ഞാൻ അടിച്ച് പൊട്ടിച്ച് നാശമാക്കി ഒരു ചാക്കിൽ കെട്ടി എൻ്റെ മോൻ്റെ അടുത്ത് കൊണ്ട് കളയാൻ പറഞ്ഞു. വർഷങ്ങൾ കുറേ ആയി, അതായത് 10 വർഷം അടുത്താവുന്നു ഞാനിത് ബൈബിൾ അറിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ മൊത്തം അടിച്ച് പൊട്ടിച്ചു. ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഫോട്ടോസ് പോലും ഇല്ല. കാരണം നമ്മുടെ യേശുവായി ഇന്ന് നമുക്ക് വേണ്ടി മരിച്ചു, ജീവനോട് 3-ാം നാൾ ഉയർത്ത് ഇന്ന് ജീവനോട് സ്വർഗത്തിലിരിക്കുന്നു. നമുക്ക് എന്തിനാണ് വിഗ്രഹങ്ങൾ? അബ്ബയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആബ പറയുന്നുണ്ട് ഞാൻ അതിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആബയ്ക്ക് ഇഷ്ടമില്ലാത്തത്, ആബ അതിലല്ല ജീവിക്കുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ട് ഞാൻ അതെല്ലാം അടിച്ച് പൊട്ടിച്ച് ചാക്കിലാക്കി. ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഫോട്ടോസ് പോലും ഇല്ല. മനസ്സിലായോ? ഞാൻ ഇന്ന് കണ്ണടച്ച് യേശുവായനോട് കണ്ണടച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആകാശം നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ജീവൻ്റെ വചനം അത് ബൈബിളിൽ കൂടെ തുറന്നു വെച്ചിട്ട് ഞാൻ ആബയായിട്ട് സംസാരിക്കും. അതിൽ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് ജീവനുണ്ട്. എനിക്കത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്. മനസ്സിലായോ? അപ്പം
ഞാൻ ആ വിഗ്രഹം മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിൽ കുറേ വിഗ്രഹങ്ങൾ വാങ്ങിച്ചു വച്ചിരുന്നു, ഫോട്ടോസുകൾ. അപ്പോൾ ഞാൻ പിന്നെ ആ ഫോട്ടോസെല്ലാം ഞാൻ വന്നിട്ട് അതും മൊത്തവും ഞാൻ അടിച്ച് ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് അതും ഞാൻ അത് കളഞ്ഞായിരുന്നു, ഉപേക്ഷിച്ചായിരുന്നു. കാരണം എനിക്ക് ആ ക്യാഷ് വേണ്ട, ആ ഫോട്ടോ വിറ്റ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതും പാവമാണ് ഞാൻ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് മാതൃക കാണിക്കണം. അപ്പം ഞാനൊരാൾക്ക് അത് വിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതും അയാൾക്ക് കൊടുക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഞാനത് അടിച്ച് പൊട്ടിച്ച്, ഷോപ്പിലിരുന്ന ഫോട്ടോസ് അത്രയും അടിച്ച് പൊട്ടിച്ച്. എനിക്ക് ക്യാഷ് നഷ്ടം വന്നാലും കുഴപ്പമില്ല, എൻ്റെ ആബയുടേതാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ ആബയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ആബ എൻ്റെ മനസ്സിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതുപോലെയാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്. എൻ്റെ ആബ എൻ്റെ ഉള്ളിലിരുന്ന് പറയും ഓരോ കാര്യങ്ങളും, അതുപോലെയാണ് എൻ്റെ ജീവിതം ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം നമുക്കൊരു അപകടം വരുമ്പോഴും, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴും, അതിനു മുമ്പേ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ആപത്ത് വരുമ്പോഴോ, മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോഴോ, അപ്പം നമുക്കത് മുന്നമേ നമുക്ക് സൂചന തരും. അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നൊരു സൂചന തരും. അപ്പം നമ്മളത് മാറണം. നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യണം. അത് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നിൽക്കുവാണ്, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ എനിക്കിപ്പോൾ പറയാൻ തോന്നി. അപ്പം എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും ആവശ്യത്തിന് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, അയ്യോ ഇന്ന് പോകണ്ട കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. പക്ഷെ അത് നമ്മൾ അനുസരിക്കുക. അതിലെന്തെങ്കിലും ഇത് കാണാം. അത് യേശു ആ മനുഷ്യരൂപത്തിൽ വന്ന് പറയുന്നതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലത് തോന്നിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് പറയും ഇന്ന് ശരിയാ പോകണ്ട എന്തോ ഒരു ഇത് നമുക്ക് തോന്നും മനസ്സിന്. അപ്പോൾ നമ്മളത് പോകരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്. അത് നമുക്ക് ദൈവം യേശു ആ മുന്നറിയിപ്പ് തരുന്നതാണത്. അത് അനുസരിക്കാൻ നോക്കുക. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ വിഗ്രഹങ്ങളെല്ലാം ഷോപ്പിലിരുന്ന് മൊത്തം നശിപ്പിച്ച് ഇതാക്കി. അപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. എൻ്റെ ആബയ്ക്ക് അപ്പോൾ എന്തോരം സന്തോഷമായിട്ടുണ്ടായിരിക്കും, എൻ്റെ ആബച്ചിക്ക് എന്തോരം സന്തോഷമായിരിക്കും. എൻ്റെ മോൾ അത് വായിച്ചിട്ട് ആ വിഗ്രഹം എനിക്കിഷ്ടമില്ല എന്നറിഞ്ഞിട്ടും, ഇഷ്ടമില്ല വെറുപ്പാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോൾ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ. എൻ്റെ ആബയ്ക്ക് എന്ത് ഇഷ്ടമായ സന്തോഷമായിരിക്കും ആ സമയത്തൊക്കെ. പിന്നെ നമ്മൾ മാതാവിൻ്റെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ യേശുവിനെ ജന്മം കൊടുത്ത ഒരമ്മയാണ്. അപ്പം അത് ആബയാണ് ആ മാതാവിനെ തിരഞ്ഞെടുത്തത്, മനസ്സിലായോ? ഒരു ജന്മം, അതായത് മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വരണമെങ്കിൽ അങ്ങനെ ഒരു പെണ്ണ്, അതായത് നല്ല ഭക്തിയും ഇതൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു മാതാവെന്ന് പറയുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരീനെ തിരഞ്ഞെടുത്ത് ആ ഭാഗ്യം പുള്ളിക്കാരിക്കാണ് കൊടുത്തത്. പക്ഷേ യേശുവ പറയുന്നത് എന്തോ, നമ്മുടെ അമ്മമാരെ നമുക്ക് ജന്മം തന്നു അല്ലേ? നമ്മുടെ അമ്മ നമുക്ക് ജന്മം തന്നു, ഭൂമിയിൽ നമ്മളിതാക്കി, ഇത്രമേൽ വളർത്തി നമ്മളിതാക്കി. അപ്പം നമ്മൾ ആ അമ്മമാരെ സ്നേഹിക്കുന്നുണ്ട്, ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. ആ അമ്മമാരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അല്ലേ? ബഹുമാനിക്കണം, പക്ഷെ ആരാധിക്കാൻ പാടില്ല. നമ്മുടെ അമ്മേനെ നമ്മൾ ആരാധിക്കുമോ? ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ അമ്മേനെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണമായി കൊണ്ടുപോകുമോ? ഇല്ല. നമ്മളവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. എൻ്റെ യേശുവിനെ പ്രസവിച്ച് ജീവൻ കൊടുത്ത ഒരു അമ്മയാണ് എന്നുള്ളൊരു ബഹുമാനം അവർക്ക് കൊടുക്കുക. ഞാനതങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആരാധിക്കില്ല. ഞാൻ പണ്ട് ബൈബിൾ അറിയുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു. പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അത് യേശു ക്ഷമിക്കും. പക്ഷേ അത് എന്താണെന്ന് സത്യം എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി. അപ്പം ഞാൻ ആ മാതാവിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം ആബേനെ ഒരു ജന്മം കൊടുത്തത് കൊണ്ട് ഞാൻ അമ്മേനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരാധിക്കുന്നില്ല. യേശു ഒരു വചനത്തിലും അതിൽ പറഞ്ഞിട്ടില്ല മാതാവിനെ ആരാധിക്കണം, നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കണം, മാതാവിൻ്റെ പേരിൽ പള്ളികൾ അവിടെ പണിയണം എന്നൊന്നും ബൈബിളിലില്ല. നമ്മൾ ബൈബിളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ പാലിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ തന്നിഷ്ടത്തിന് അവിടെ ഓരോ ചെറിയ പള്ളികൾ പണിയുക, അവിടെ 10 വീട് കഴിയുമ്പോൾ ഇപ്പം അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ അത്രയും. പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല.
നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സ്വർഗത്തിലിരിക്കുന്ന യേശുവായാണ്. അല്ലാതെ ഈ മാതാവോ ഈ പുണ്യാളന്മാരോ ഒന്നുമല്ല നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ അതെടുത്ത് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഓക്കെ. അപ്പം മാതാവിനെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. ആരാധന കൊടുക്കേണ്ട ഒരേ ഒരു വ്യക്തിക്കാണ്, നമ്മുടെ യേശുവായിക്ക്, നമ്മുടെ ആബയ്ക്ക്, നമ്മുടെ അദോനായിക്ക് ആരാധന കൊടുക്കേണ്ടത്. അർഹതയുള്ള നമ്മുടെ അദോനായിയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തെ നമ്മുടെ ഈ കാണുന്ന സർവ്വതും സൃഷ്ടിച്ച നമ്മുടെ ആബയാണ്. അപ്പം അല്ലാതെ മാതാവിനോ പുണ്യാളന്മാർക്കോ ഒന്നോ അല്ല ആരാധന കൊടുക്കേണ്ടത്, അവരെ കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഇതൊന്നുമല്ല. നമ്മുടെ എന്തെല്ലാം ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ എന്തെല്ലാം ഉത്സവമാണ് അതിലുള്ളത്. നമ്മുടെ ആബ ജീവിച്ചിരുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആചരിച്ചതും അതിനു മുമ്പേ ആബ ആ വചനം എഴുതിയപ്പോഴും ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ എന്തൊക്കെ ഉത്സവങ്ങളാണ് അതിലുള്ളത്. അതൊക്കെ ഇന്ന് യഹൂദന്മാർ പാലിക്കുന്നുണ്ട്, ഉത്സവം നടത്തുന്നുണ്ട് ഇസ്രായേലിൽ. എന്ത് മനോഹരമായിട്ടാണ് അത് നടത്തുന്നത്. ആ 7 നിലവിളക്കിൻ്റെ ഒരു ഉത്സവങ്ങൾ, അങ്ങനെ കാഹളപ്പെരുന്നാൾ, അങ്ങനെയൊക്കെ എന്തെല്ലാം പെരുന്നാളുകളാണ്, ഉത്സവങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ആചരിക്കേണ്ടത്. ഞാനിന്ന് അതാണ് ആചരിക്കുന്നത്. അവരവിടെ എന്ത് ചെയ്യുന്നോ അതേ ഞാനിവിടെ ചെയ്യുന്നത്. കാരണം യേശുവ നമ്മളെ എന്ത് പഠിപ്പിച്ചു അതാണ് നമ്മൾ ചെയ്യേണ്ടത്. യേശുവായിക്ക് വിരുദ്ധമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ ന്യായവിധിയിൽ പറയേണ്ട ഒരു ദിവസമുണ്ട്. യേശുവ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു ന്യായവിധി എന്തായിരുന്നാലും അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പം ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതിന് മുന്നേ ഇതുപോലെ ഞാൻ ഷോപ്പിലിരുന്ന് കേട്ടിട്ടുണ്ട്. ഈ വിഗ്രഹം വെച്ചിട്ട് യേശുവിൻ്റെ രൂപമെന്ന് പറഞ്ഞ് വെച്ച് കാണിച്ചിട്ട്, പക്ഷെ അത് സിനിമയാക്കി, ബൈബിളാക്കി സിനിമയാക്കി എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ വരും തലമുറകൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഈ വിഗ്രഹം വെച്ച്, യേശുവിനെ വെച്ച് നിങ്ങളിങ്ങനെ കൊണ്ട് നടന്ന്, ഈ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് നടന്ന് ക്രൂശിൽ ഇതാക്കി, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുവ ഒരു തവണ മരിച്ചു കഴിഞ്ഞു. പിന്നെയും ആ പ്രതിമേനെ കൊണ്ടുപോയി അത് കാണിച്ച് പിശാചിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത്. അവ ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന ആ സമയത്ത്. എൻ്റെ യേശുവായിക്ക് സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണുവാണ്. ഇതൊക്കെ എന്തോരം വിഷമമായിരിക്കും. പക്ഷേ അത് സിനിമയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് ആ വർഷം വരുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു കൊടുക്കാം. ഹാളിൽ ആൾക്കാർക്ക് കാണട്ടെ, അല്ലെങ്കിൽ കാണുന്നിടത്ത് ഒരു ഗ്രൗണ്ടിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ആയിരുന്നു യേശു ജനിച്ചതും വളർന്നതും നമുക്ക് വേണ്ടി ജീവിച്ചതും നമുക്ക് വേണ്ടി മരിച്ചതും ഉയർത്തെഴുന്നേറ്റതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, പീഡനങ്ങൾ സഹിച്ചതൊക്കെ. പക്ഷേ ഇത് വിഗ്രഹം വെച്ചിട്ട് നമ്മൾ ആ യേശുവിനെ വെച്ച് പണം ഉണ്ടാക്കുന്നതിന് തുല്യമാണത് വിഗ്രഹം എന്ന് പറയുന്നത്. ആ വിഗ്രഹത്തിൽ പോയിട്ട്, ആ കുരിശിൽ പോയിട്ട് നേർച്ചയിടുക, ആ പ്രതിമേനെ കൊണ്ടുവന്ന് ചുറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കിടത്തിയിട്ട് അതിലും കൊണ്ടുവന്ന് നേർച്ചയിടുക. ജാഥയുടെ ഇത് വിളിച്ചിട്ട് പോകണ ഭയങ്കര ഒച്ചയാണ്. അപ്പം യേശുവായിൻ്റെ ആ ഒരു രൂപം വച്ചിട്ട് അതിൽ കൊണ്ട് ആൾക്കാരെല്ലാം നേർച്ചയിടുക. മനസ്സിലായോ? എന്ത് പാപമാണ് ഈ ചെയ്യുന്നത്? എൻ്റെ ആവേനെ സങ്കല്പിച്ച് ആ രൂപത്തിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അറിഞ്ഞൂടാത്ത മനുഷ്യരൊക്കെ പോയി അതിൽ പോയി യേശുവാന്ന് പറഞ്ഞ് തൊട്ടുമുത്തുവാണ്. അതെന്തോ അത് വെറും ഒരു ജഡം, അതൊരു മണ്ണിൽ നിന്നുണ്ടാക്കി, അതിന് ജീവനില്ല. അതിൽ കൊണ്ടുപോയി മുത്തുവാണ്. അത് യേശുവാ എന്ന് പറഞ്ഞ് അതിനെ വണങ്ങുവാണ്. ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടി വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഈ അച്ഛന്മാർ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ ഇത് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഈ കന്യാസ്ത്രീമാരൊക്കെ. ഇവരാണ് വഴിതെറ്റിച്ച് വിട്ടിരിക്കുന്നത്. ഈ മനുഷ്യരെ മൊത്തം വഴിതെറ്റിച്ച് വിട്ടിരിക്കുന്ന ഇവരാണ്. ഇവർക്കാണ് കൂടുതൽ യേശുവായിൻ്റെ മുന്നിൽ ന്യായവിധിയിൽ ഇവർക്കാണ് അതിൻ്റെ ശിക്ഷകൾ കൊടുക്കാനിരിക്കുന്ന. യേശുവ വഴിതെറ്റിച്ച് വിട്ടതിന്, സത്യം പഠിപ്പിച്ചു കൊടുക്കാത്തതിന്. മനസ്സിലായോ? സത്യം അറിഞ്ഞിട്ടും അവരെ ബോധിപ്പിച്ചു കൊടുക്കാത്തതിന്. സത്യം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അല്ലാത്തവർ പോട്ടെ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷേ അച്ഛന്മാർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, ആഗ്രഹിക്കുന്നവരും ഉണ്ടല്ലോ. അവരെ പഠിപ്പിച്ചാൽ അവർ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. ഈ വിഗ്രഹം വെച്ച് എൻ്റെ ആബയ്ക്ക് ആരുടെയും, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആബയ്ക്ക് ആരുടെയും പൈസ വേണ്ട. നമ്മൾ ആബയുടെ കടക്കാരാണ്, അല്ലാതെ ആബ നമ്മുടെ കടക്കാരനല്ല. പക്ഷേ ആബേനെ വെച്ച് നമ്മൾ പണം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ 2-3 പേരെടുത്ത് എനിക്കിത് അവിടെ
ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് കേട്ടോ. എൻ്റെ ആബ ഇത് കാണിക്കുന്ന കണ്ടോ, എൻ്റെ ആബ കണ്ടുകൊണ്ടിരിക്കുക സ്വർഗത്തിലിരുന്ന് ഈ കാണിക്കുന്ന കാട്ടായ മുഴുവൻ ഇത് എന്തൊക്കെയാണെന്ന് മനുഷ്യരെ കൊണ്ടിട്ട്. അപ്പം എന്തോരം വിഷമം എൻ്റെ ആബയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇത്രയും വിഷമമാണെങ്കിൽ എൻ്റെ ആബയ്ക്ക് എന്തോരം വിഷമമായിരിക്കും. മക്കളെ കാണിച്ച് കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് എൻ്റെ ആബ സ്വർഗത്തിലിരുന്ന് നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ 2-3 പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പള്ളികളിൽ, പിന്നെ പള്ളിയിൽ വരുമാനം വേണ്ടേ, പള്ളി ഇതാകണ്ടേ. ഞാൻ പറഞ്ഞു പള്ളിയിൽ ആ ഒരു പേരും പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത്. ഒരു പേരും പറഞ്ഞ് അത് പള്ളീൻ്റെ പേരും പറഞ്ഞ് കുറേ മനുഷ്യർ ഇതൊന്ന് വെട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് വലിയ വലിയ ബംഗ്ലാവുകൾ പണിഞ്ഞിട്ടിട്ടുണ്ട് പല സ്ഥലത്തും, ഈ പള്ളിയിൽ നിന്നൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയിട്ട്. യേശുവായിൻ്റെ പണം മനുഷ്യർ കൊണ്ട് യേശുവായെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് പണമാണ് അവിടെ കൊണ്ട് നേർച്ച ഇടുന്നത്. ആ പണമെല്ലാം ചിലവരെല്ലാം മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അവർ വലിയ വലിയ ബംഗ്ലാവുകളും വീടുകളും വസ്തുക്കളും മക്കളെ കൊണ്ട് വിദേശത്ത് പഠിപ്പിക്കലും ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ പള്ളിയിൽ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെടുത്ത് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കൊണ്ടിടുന്നെങ്കിൽ, പക്ഷേ ഇത് തെറ്റാണ്. ഈ വിഗ്രഹത്തിനെ കാണിച്ച് യേശുവായിൻ്റെ ഇത് വെച്ച് ആണ് ആൾക്കാർ കൊണ്ട് അതിൽ പണം ഇടുന്നത്. അത് തെറ്റാണ്. അത് നിങ്ങൾ ചെയ്യുന്ന പാപമാണത്. എന്തായിരുന്നാലും അത് യേശുവ നിങ്ങളോട് ന്യായവിധിയിൽ ചോദിച്ചിരിക്കും, ഉറപ്പാണ്. പക്ഷേ അത് എന്തെങ്കിലും മനസ്സറിഞ്ഞ് അങ്ങനെ കൊണ്ട് പള്ളികളിൽ തരുവാണെങ്കിൽ, പിന്നെ വീടുകൾ ഇപ്പോൾ പള്ളി പുതുക്കണമെങ്കിലോ പള്ളിയിൽ എന്തെങ്കിലും പെരുന്നാൾ നടത്തണം, പെരുന്നാളെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ പുണ്യാളന്മാരുടെയും മാതാവിൻ്റെ പെരുന്നാളല്ല, ഞാനത് പറഞ്ഞൊരിക്കലും നിങ്ങളതാക്കത്തില്ല. പക്ഷേ നിങ്ങൾ ബൈബിളിലുള്ള ഉത്സവം, യഹൂദ മക്കൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് യേശുവ കൊടുത്തതാണ് അവർക്ക് ആ നിയമം. അത് അവരെന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ ഉത്സവങ്ങൾ നമ്മൾ ഇതെല്ലാം മാറ്റി ആ ഉത്സവങ്ങൾ നമ്മൾ ആചരിക്കുക. ബൈബിളിൽ നിന്ന് എടുത്ത് നമ്മളത് ആചരിക്കുക. എന്താണ് യഹൂദന്മാർ ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ആചരിക്കേണ്ടത്. യേശു അവർക്ക് കൊടുത്തതാണ് ആചരിക്കാൻ. അപ്പോൾ അതാണ് അവർ ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് തലമുറയായിട്ട്. അപ്പോൾ അത് ആചരിക്കുക. അപ്പോൾ അത് ആചരിക്കാൻ വേണ്ടിയിട്ട് പള്ളി പുതുക്കാനോ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് പണിക്കും. അപ്പോൾ ഈ ആൾക്കാരുടെ അടുത്ത്, ഈ ഫാമിലിയിലുള്ളവരുടെ അടുത്തൊക്കെ അച്ഛന് പറയാം, ഇങ്ങനെ ആവശ്യങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളവർ കൊണ്ട് എത്തിക്കും. ഇതിനേക്കാളും നല്ല തുക തരും. പള്ളി മെയിൻ്റനൻസ് പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഉത്സവം, ബൈബിളിൽ പറയുന്ന പോലെ ഉത്സവം നടത്തണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നടത്തണമെങ്കിൽ യേശുവ എന്താണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ആചാരം അതൊക്കെ നടത്തണമെങ്കിൽ അതിലൊക്കെ ചെയ്യാം. പിന്നെ അതിൽ നിന്നും വരുന്ന ബാക്കി പൈസകൾ എന്ത് ചെയ്യണം? നമ്മൾ അനാഥർക്കും വിധവകൾക്കും കൊടുക്കുക, ഇല്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുക. അതാണ് യേശുവ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ അതുകൊണ്ടുപോയി അവനവൻ്റെ കുടുംബം നന്നാക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായ? അർഹത ഉള്ളവർക്ക് കൊടുക്കാനാണ് യേശുവ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഹൂദന്മാർക്ക് കൊടുത്ത പിന്നെ ഇതാണ്, ദശാംശമാണ്. അതെടുത്ത് ബെന്തിക്കോസുകാരും കത്തോലിക്കക്കാരും ഇങ്ങനെ പുണ്യാളന്മാർ വിഗ്രഹം വെച്ച് അതിലും പൈസ ഉണ്ടാക്കുന്നു. ബെന്തക്കോസുകാർ ബക്കറ്റും കവറും വെച്ച് പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ ജോലിക്കും കൂലിക്കും പോവാതെ അത് അവരെ നാട്ടുകാരെ കൊണ്ട് അവർ ജീവിക്കുന്നു. ഇതൊക്കെ തെറ്റല്ലേ? യേശുവ യഹൂദ മക്കൾക്ക് കൊടുത്തയാണ് ദശാംശം എന്ന് പറയുന്നത്. അത് അവർക്ക് കൊടുത്ത് അവിടുത്തെ ഇത് ജോലി ചെയ്യുന്നവർക്കുള്ള അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവർ പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ അർഹത ഉള്ളവരെ സഹായിച്ചിട്ടേ ഉള്ളൂ അന്നത്തെ ശിഷ്യന്മാരൊക്കെ. അതുപോലെ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. യേശു അതാണ് പറഞ്ഞു കൊടുത്തത്. ഇത് യഹൂദ മക്കൾക്ക് കൊടുത്തതാണ് ഈ ദശാംശം. അതെടുത്ത് പിന്നെ ക്രിസ്ത്യാനികളും ബന്ധുക്കോസുകാരും എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി യഹൂദന്മാരെയൊക്കെ വെറുപ്പാണ്, ശബത്ത് വെറുപ്പാണ്. ബാക്കിയൊക്കെ ഉള്ളതൊക്കെ അവർ ഈ പറഞ്ഞതുപോലെ ദശാംശം അങ്ങനെയുള്ള പ്രയോജനമുള്ള സാധനങ്ങളൊക്കെ അവരെടുത്തു. ബാക്കിയൊക്കെ ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. യേശുവ എന്താണ് അവർക്ക് കൊടുത്തത് അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. പക്ഷേ ഞാനിന്ന് എൻ്റെ ജീവിതം മാറ്റി എൻ്റെ യേശുവായിൻ്റെ വഴിയിൽ കൂടെയാണ് ഞാനിന്ന് പോകുന്നത്. എൻ്റെ ആവ എന്ത് പറയുന്നു, എൻ്റെ ആവ എന്ത് ബൈബിളിൽ കൊടുത്തിരിക്കുന്നു അതാ ഞാനിന്ന് പാലിച്ച് വരുന്നത്. ഓരോന്നായിട്ട് പാലിച്ച് വരുവാണ്. എൻ്റെ മക്കളത് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച് കൊണ്ടുവരുവാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ ആചരിക്കുന്ന ഉത്സവമെല്ലാം ഞാൻ ഇവിടെയും ചെയ്യാറുണ്ട് വീട്ടിൽ. മനസ്സിലായോ? എല്ലാ ആഴ്ചയും ഞാൻ ശബത്ത് ആചരിക്കുന്നുണ്ട് വീട്ടിൽ. ശബത്തെന്ന് പറഞ്ഞാൽ ആ ദിവസം യേശു അനുഗ്രഹിച്ച ദിവസം ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് സൂര്യ അസ്തമയം തുടങ്ങി ശനിയാഴ്ച അസ്തമിക്കുമ്പോഴാണ് പൂർണ്ണതയാകുന്നത്.
ശബത്ത്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ആചരിക്കുന്നുണ്ട്. എൻ്റെ ആബയ്ക്ക് കൊടുക്കേണ്ട കാഴ്ചകളെല്ലാം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ആബ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ മക്കളൊക്കെ ഇന്ന് ഒരുപാട് കേരളത്തിൽ ജില്ലകളിലും വിദേശത്തും ഒക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി ഇപ്പം ശബത്ത് ആചരിക്കുന്നുണ്ട്. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും മാറണം. ഇത്രയൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞതൊന്നും കള്ളത്തരമല്ല. ഇതൊക്കെ ബൈബിളിലുള്ളതാണ്. ഇതൊക്കെ ബൈബിൾ വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. വായിച്ചാൽ പോരാ, അത് പ്രവർത്തിക്കണം. പ്രവർത്തിച്ച് യേശുവായിക്ക് കാണിച്ചു കൊടുക്കണം. യേശുവായോടുള്ള സ്നേഹം അത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആബേനെ കൂടുതൽ സ്നേഹിക്കുന്നതും ആബേനെ കൂടുതൽ അനുസരിക്കുന്നതും. അപ്പോൾ ആബയ്ക്ക് നമ്മുടെ അടുത്ത് എന്തോരം ഇഷ്ടമായിരിക്കും. ഇപ്പം എന്നെ എൻ്റെ മക്കളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആബയ്ക്ക്. എൻ്റെ മക്കൾ അങ്ങോട്ടൊന്ന് മാറി നടന്നാൽ എൻ്റെ ആബ എനിക്ക് അത് ഉടനെ എനിക്ക് മുന്നറിയിപ്പ് തരും. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കത് ഇതാകും. മനസ്സിലായോ? അപ്പോൾ അത്രയും കാത്തു പരിപാലിച്ചാണ് ആ ഉള്ളം കയ്യിൽ ഞങ്ങളെ അപ്പൻ്റെ ചിറകടിയിൽ ഞങ്ങളെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നത്. അത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എനിക്കത്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഈ വിഗ്രഹത്തിനൊന്നും നിങ്ങൾ കൊണ്ടുപോയി നേർച്ച ഇടരുത്. അത് വല്ലവരും കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ഈ അച്ഛന്മാർ പറയുക, പള്ളിയിലെ ആവശ്യം വരുമ്പോൾ അപ്പം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലോ, അവർക്കിങ്ങനെ ചെയ്യാമല്ലോ, എന്തിനാണ് ഈ സ്വരൂപത്തിൽ കൊണ്ടുവന്ന് നേർച്ചയിടുന്നത്? യേശുവായിൻ്റെ പേരും പറഞ്ഞു യേശുവായിൻ്റെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് പാപമാണ്. ഇതൊക്കെ ന്യായവിധിയിൽ അച്ഛന്മാരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും എല്ലാം ഇത് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് നിങ്ങളിത് ചെയ്തത്? നിങ്ങളിത് പഠിച്ചിട്ടല്ലേ, ബൈബിൾ പഠിച്ചിട്ടല്ലേ നിങ്ങളിത് എനിക്ക് വേണ്ടി ഈ ജോലിക്ക് ഇറങ്ങി എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പറയാനായിട്ട്? ഇതൊക്കെ ദൈവം മനുഷ്യരൂപത്തിലാണ് ഇത് പറഞ്ഞു തരുന്നത്. കാരണം വരുന്നത് വലിയ ഒരു ക്ഷാമമാണ്, വലിയ ഒരു ഇതാണ് വരാൻ പോകുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനുഷ്യർ മാറുക. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. വരാൻ പോകുന്ന ആപത്തുകളും വരാൻ പോകുന്ന മഹാമാരികളും യേശുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ മാറുക. ഇതുപോലെ ഞാൻ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേട്ടാൽ പോരാ, വിശ്വസിച്ചാൽ പോരാ. നിങ്ങൾ മാറണം. നിങ്ങളിത് ചെയ്ത് തുടങ്ങണം. ശബത്ത് ആചരിച്ച് തുടങ്ങണം. അപ്പൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് ചേർക്കപ്പെടണം. ജീവൻ്റെ പുസ്തകത്തിൽ ശബത്ത് ആചരിക്കുന്നവൻ യേശുവായിൻ്റെ മക്കളെന്നാണ് പറയുന്നത്. അത് പാലിക്കുന്നവൻ. നമ്മളതല്ലേ പാലിക്കേണ്ടത്. ചില മനുഷ്യർ ഞാനിങ്ങനെ പറഞ്ഞപ്പം പറയുവാണ്, അത് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാതെ ഇരുന്നാൽ ഞങ്ങളുടെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ മക്കളുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് അവരെന്നോട് ചോദിച്ചത്. ഇപ്പോഴേ മനുഷ്യർ കല്ലറയ്ക്ക് ഇപ്പോഴേ 6 മണ്ണിനും പൈസ കൊടുത്തിട്ടിരിക്കുന്നു. വലിയ മാർബിളിലൊക്കെ കല്ലറ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ ആ കല്ലറയിൽ നല്ല ഇതായിട്ട് അടക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ആത്മാവാണ് മുകളിൽ പോകുന്നത്, നമ്മുടെ ശരീരമല്ല മുകളിൽ പോകുന്നത്. നമ്മളെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? മണലിൽ നിന്നും ഉണ്ടാക്കിയതാണ്. അത് മണലിലേക്ക് തന്നെ പോവും. അതിന് വേണ്ടിയിട്ട് കല്ലറ ഉണ്ടാക്കാനും മാർബിൾ വെച്ച കല്ലറ ഈട്ടി കൊണ്ട് വെച്ചുള്ള കല്ലറ ഉണ്ടാക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ശരീരത്തിനെ അല്ല. കേട്ടോ? നമ്മുടെ ആത്മാവ് ഒരു ഇതുമില്ലാതെ നേരെ അപ്പൻ്റെ അരികിലേക്ക് പോകണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരം എവിടെ എന്തായാലും എന്താ, അതൊന്നും നമ്മൾ ചിന്തിക്കുകയേ ചെയ്യില്ല. നമ്മളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വൃത്തിയായിട്ടും മെനയായിട്ടും നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ജഡം ശരീരം ഒന്നിനും ഇല്ലാത്തതാണ്. അത് മണ്ണിനും പുഴുവിനും ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 6 മണ്ണിൽ നിങ്ങൾ ഈ കൊണ്ടുപോയി അത് പേടിച്ചിട്ടാണ് ആൾക്കാർ പള്ളിയിൽ പോകുന്നത്. കുറേ പേര് എന്നോട് പറയുക, അതൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകണം. ഞാൻ പറഞ്ഞു, മനുഷ്യനെ കണ്ട എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ യേശുവായിനെ കണ്ട് പേടിക്കുക. അതില്ലേ നിങ്ങൾ ഭൂമിയിൽ പേടിക്കേണ്ട ഒരാളേ ഉള്ളൂ, അത് യേശുവായിനെ കണ്ട് നിങ്ങൾ പേടിക്കുക. അല്ലാതെ പള്ളിയിലെ അച്ഛന്മാരെ കണ്ട് നിങ്ങൾ പേടിക്കരുത്, മനുഷ്യരെ കണ്ട് പേടിക്കരുത്. അയ്യോ ഞങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ, ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്തു തരത്തില്ല. അതൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങളെ ഭൂമിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നിങ്ങളെ വഴി നടത്തുന്നത്? നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ഉറക്കത്തിൽ യാമത്തിൽ നിങ്ങൾക്ക് നാളത്തേക്കുള്ളത് തരുന്നത്? പറയ്.
നിങ്ങളുടെ മക്കൾക്ക് ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് പ്രസവിച്ച് വളർത്തി ആ കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഒരു അച്ഛനമ്മമാർ കൊടുക്കുന്ന അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണോ അവർക്ക് ജന്മം കൊടുത്തത്? ഇല്ലല്ലോ. അപ്പം യേശുവ നമുക്ക് തന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ യേശുവ നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ പേടിക്കേണ്ട യേശുവായിനെ മാത്രമാണ്. മനുഷ്യനെ കണ്ട് പേടിക്കരുത്. മനുഷ്യന് നമ്മൾ അവിടെ ന്യായവിധിയിൽ ഈ പറയുന്ന ഈ അച്ഛന്മാരോ കന്യാസ്ത്രീമാരോ പാസ്റ്റർമാരോ ഒന്നും വരത്തില്ല. അച്ഛനോ യേശുവായിനോട് ന്യായവിധിയിൽ സംസാരിക്കാനായിട്ട്, നമുക്ക് വക്കാലത്ത് പറയാനായിട്ട്. അവിടെ നമ്മൾ തന്നെ മറുപടി കൊടുക്കണം. അവർ വിറച്ച് നിൽക്കും. ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവർ സംസാരിക്കില്ല. കാരണം അപ്പൻ അഗ്നിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അഗ്നിയാണ്. ആ ശബ്ദമൊന്ന് മുഴങ്ങിയുണ്ടല്ലോ, ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല, ഈ ലോകം തന്നെ ഉണ്ടാവില്ല. അറിയോ? നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. അപ്പന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്താൽ അപ്പന് ഭയങ്കര ദേഷ്യം. അഗ്നിയാണ് അപ്പൻ, ജ്വലിക്കും. അറിയോ? അതുകൊണ്ട് നിങ്ങൾ അതിനെ പേടിക്കണം. നിങ്ങൾ ഈ ഇടിവെട്ടും മിന്നലൊക്കെ വരുമ്പോൾ ആൾക്കാർ പേടിച്ച് വീട്ടിലോട്ട് പുറത്തോട്ടൊക്കെ മാറി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. അപ്പോൾ അതിനേക്കാൾ പവറാണ് അപ്പന്. അപ്പോൾ ഒന്ന് അപ്പൻ്റെ ശബ്ദമാണ് ഇടിമുഴക്കമായിട്ട് മിന്നലായിട്ട് വരുന്നത്. അതറിയാമോ? ബൈബിൾ വായിക്ക്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൻ ജ്വലിക്കും നിന്ന്. അപ്പൻ്റെ കണ്ണും ഓരോ വാക്ക് പറയുന്ന തീയിൽ അഗ്നി കൂടെയാണ്. ആ അഗ്നീനെ നിങ്ങൾ വണങ്ങണം. ആ അഗ്നീനെ നിങ്ങൾ തൊട്ട് വണങ്ങണം, കേട്ടോ? ഇനി അഗ്നീനെ നിങ്ങൾ വീട്ടിൽ കത്തിച്ചാലും മെഴുകുതിരി കത്തിച്ചാലും എന്ത് ചെയ്താലും ആ അഗ്നി നിങ്ങൾ തൊട്ട് വയ്ക്കുക. അഗ്നിയാണ് അപ്പൻ. അപ്പൻ്റെ ഓരോ വാക്കും, അപ്പൻ്റെ കണ്ണ് ഒക്കെ അഗ്നിയാണ്. അതാണ് അപ്പം പറഞ്ഞത്, നിങ്ങൾ എന്നെ കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അപ്പനെ പേടിക്കുക. അല്ലാതെ മനുഷ്യനെ കണ്ട് നിങ്ങൾ പേടിച്ച് പള്ളിയിൽ പോയി നിങ്ങൾ അവരുടെ പിന്നാലെ പോയി നിങ്ങളിതൊന്നും ചെയ്യാതെ നിങ്ങൾ യേശുവ എന്താ പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ അത് നിങ്ങൾ അനുസരിക്കുക. നിങ്ങൾ പിന്നെ പറയണം ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തണം. അപ്പോൾ എന്തായിരുന്നാലും കുറച്ചുകൂടെ പറയാനുണ്ട്. ടൈം കുറേ ഇതാവുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഇനി ഞാൻ നാളെ മറ്റന്നാളോ വരുമ്പോൾ ലൈവിൽ ഇത് കുക്കിങ്ങിൽ അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ കാര്യം തന്നെ പറയാനുണ്ട്. പകുതിക്ക് വെച്ച് ഞാൻ നിർത്തുവാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നാളെ വന്നാൽ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താണ് നടക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടിയൊക്കെ അതിനൊക്കെയുള്ള ആൻസർ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, അതും എൻ്റെ ജീവിതത്തിൽ വരുന്നതും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അടുത്ത നാളെ മറ്റന്നാളെ വരുന്ന ഇതിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പച്ചടി, പൈനാപ്പിൾ മത്തങ്ങ പച്ചടി നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ കടുവറുത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ. നല്ല മണം വരുന്നു കേട്ടോ, നല്ല അടിപൊളി മണമാണ്. എന്നാ ആ പൈനാപ്പിളിൻ്റെയും ഇതിൻ്റെയൊക്കെ മത്തങ്ങയുടെയും ഒക്കെ നല്ല മണമാണ് കേട്ടോ. പച്ചടിയുടെ ഒരു സദ്യയുടെ മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കണം, ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. ഓക്കെ. കാണുന്നുണ്ടോ? നമുക്ക് കുറച്ച് മുന്തിരി ഡെക്കറേഷൻ ചെയ്യാം. ഓക്കെ. ഒരു 6-7 മുന്തിരി. ഓക്കെ. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ചേച്ചി ഒരു ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന പുള്ളിക്കാരി, നമ്മുടെ ആനി, സിനിമാ നടി ആനിയില്ലേ, ഷാജി കൈലാസ് തന്നെയാണോ പുള്ളി? ആനി ഉണ്ടല്ലോ നമ്മുടെ സിനിമാ നടി, അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടായിരുന്നു അമൃത ചാനൽ. അപ്പോൾ ഞാനും വിചാരിച്ച് ഒന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയതാണ്. ഓക്കെ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നല്ല ഭംഗിയാണ് ഡെക്കറേഷൻ. ആ മുന്തിരിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കഴിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ. ഒന്ന് കാണിക്കട്ടെ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, ഭംഗിയില്ലേ, കാണാനായിട്ട് രസമുണ്ട്, കഴിക്കാനും അതിനേക്കാളും ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഉപ്പും ഇതൊക്കെ നോക്കിയായിരുന്നു, അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, കണ്ടോ എന്നാ ടേസ്റ്റാ, എന്നാ കളർഫുള്ളാ. ചെറിയ സ്പൂണിലെടുത്ത് കഴിക്കും. നമുക്ക് ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് പറയണമല്ലോ. ഒരു മുന്തിരിയും കുറച്ച് പച്ചടിയും കഴിക്കുന്നോ? അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നല്ല മുന്തിരി ആ ടേസ്റ്റും മത്തങ്ങ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്, നല്ല അടിപൊളി പച്ചടിയാണ്. നിങ്ങളിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ എന്നാ സദ്യ ഒരുക്കുമ്പോൾ സദ്യേൻ്റെ കൂടെ വയ്ക്കണം കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും, നല്ല രസമാണ്. നല്ല ലൂസില്ല, നല്ല കട്ടിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ തോന്നുന്നു. സൂപ്പർ, കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളത് വീഡിയോസ് കാണണം, തുടക്കം മുതൽ അവസാനം വരെ കാണണം, കേൾക്കണം, നിങ്ങളത് പാലിക്കണം, നിങ്ങളത് ചെയ്യാൻ, നിങ്ങളുടെ ജീവിതം മാറ്റാൻ നോക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പിന്നെ ഇതുണ്ടല്ലോ, അയ്യോ മറന്നുപോയല്ലോ, നോഹേനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. നോഹേൻ്റെ കുറച്ച് കഥ, അതിൽ കുറച്ച് കഥകളുടെ ഉണ്ട്, അത് ഞാനിനി വരുന്ന ഇതിലൊക്കെ പറയാം, പറഞ്ഞു തരാനുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അന്ന് ഞാൻ കുറച്ചാണ് പറഞ്ഞ് നിർത്തിയത്. അപ്പം നോഹയുടെ ഈ പറഞ്ഞതുപോലെ വചനം പറഞ്ഞ് 40 വർഷം ഇങ്ങനെ നിങ്ങൾ മാറ് പാവം കൂടി കിടക്കുകയാണ്, യേശുവിൻ്റെ വരവെടുത്തു, യേശുവ ഈ ലോകം നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടൊന്നും അത് അനുസരിച്ചില്ല. അതിൻ്റെ ഫലം അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും പറയുന്നത്, നിങ്ങൾ മാറുക, രക്ഷപ്പെടുക, യേശുവിനെ അറിയുക, യേശുവായിനെ അറിയുക, ശബത്താചരിക്കുക, മെയിനായിട്ട് ശബത്താചരിക്കുക. ശനിയാഴ്ച, ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സന്ധ്യയ്ക്കാണ് തുടങ്ങി, ശനിയാഴ്ച വൈകിട്ടാണ് സൂര്യാസ്തമയത്തിന് ശബത്ത് തീരുന്നത്. അപ്പം നിങ്ങൾ ശനിയാഴ്ചയാണ് ആചരിക്കേണ്ടത്. നിങ്ങൾ ബൈബിളെടുത്ത് വായിക്കുക, നിങ്ങൾ ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ യേശുവ നിങ്ങളെ പഠിപ്പിക്കുക, അതിൽ മർമ്മങ്ങൾ പറഞ്ഞു തരും. അവർ പഠിപ്പിക്കാത്തതൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരും. അപ്പോഴേ നിങ്ങൾ സത്യം തിരിച്ചറിയുള്ളൂ. അയ്യോ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നോ, അയ്യോ ആബാ എനിക്കങ്ങനെയാണ് മനസ്സിലായത്, എന്നെ പഠിപ്പിച്ചത് എൻ്റെ ആബാ. ഓക്കെ, അപ്പം ഞാൻ ഇനി അടുത്ത ഇതിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ബൈ.